ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്കിട്രിക്സിൻ്റെ എക്സൽ ടിപ്സ്. ഇന്നത്തെ എക്സൽ ടിപ്പ് നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സംഗതിയാണ്. നമുക്കിതുപോലെ ഒരു അഡ്രസ് ലിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിലിപ്പോൾ ഞാൻ വളരെ കുറച്ച് സാമ്പിളിന് വേണ്ടി ടൈപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ അഡ്രസ്സ് കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അവരുടെയൊക്കെ ടെലിഫോൺ നമ്പറുണ്ട്, പേരുണ്ട്, ടെലിഫോൺ നമ്പറുണ്ട്, മേ ബി അതർ ഇൻഫർമേഷനും ഉണ്ടാവാം. നമുക്കിപ്പോൾ ഇതിലൊരാൾക്ക് വാട്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ടെലിഫോൺ നമ്പർ കോപ്പി ചെയ്ത് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് ആ രീതിയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക സാധാരണഗതിയിൽ. ഈ ലിസ്റ്റിൽ തന്നെ നമുക്ക് അവർക്ക് ഒരു ക്ലിക്കിലൂടെ വാട്സപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇത് കോൺഫിഗർ ചെയ്യാം. ആ രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നെക്സ്റ്റ് കോളത്തിൽ ടൈപ്പ് ചെയ്യുക = ഹൈപ്പർ ലിങ്ക് ഓപ്പൺ ബ്രാക്കറ്റ് ഇൻവെർട്ടഡ് കോമാസിൽ https:/wa.me/ കോമാസ് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊരു ആംപസെൻ്റ് ഇടുക. ആംപസെൻ്റ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ടെലിഫോൺ നമ്പറുള്ള കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു കോമ ഇട്ടിട്ട് നെയിം ഉള്ള കോളത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിന് നമുക്കൊരു ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡൺ. ഇനി ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലേക്ക് പോകാവുന്ന ഓൺലൈൻ പേജിലേക്ക് ഇത് പോകും. ഇവിടെ നമുക്ക് വാട്സപ്പ് ലോക്കൽ ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ വെബ് പേജിലൂടെ നമുക്കിത് ഉപയോഗിക്കാം. ഞാനിവിടെ വെബ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വാട്സപ്പിലേക്ക് പോകും. എനിക്കിവിടെ വാട്സപ്പ് സുഗമമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.